അകർപ്പം പരിപാടികളൊക്കെ ഇവിടെയാണ് പാചകം ചെയ്യുന്നല്ലേ. സൂപ്പർ ഫുഡ്. പ്രജിനെ ഫുഡ് കഴിഞ്ഞില്ല, അടുത്ത വെറൈറ്റി സാധനം വരുവാ. എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. സന്ധ്യയുടെ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ എവിടെയാണ്? നമ്മുടെ ശ്രീലങ്കയിലാണ് നിൽക്കുന്നത്. ശ്രീലങ്കയിൽ ഒരു വീട്ടിൽ വന്നാണ്. ഈ വീടെന്ന് പറഞ്ഞാൽ ഗ്രാമം ഉണ്ടല്ലോ, എന്ത് ഭംഗിയാണെന്നറിയോ. ഇവിടുത്തെ വീട്ടുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവർക്ക് മലയാളികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവർ വീഡിയോ ഒക്കെ ചെയ്യുന്നവരാണ്. മലയാളത്തിലെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, മലയാളത്തിലും ചെയ്യാറുണ്ട്, തമിഴിലും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടപ്പോഴാണ് നമ്മൾ പരിചയപ്പെട്ട്. അപ്പൊ ഇവർ പറഞ്ഞ് ഇവരുടെ വീട്ടിലോട്ട് വരണ ഫുഡൊക്കെ തരാന്ന് പറഞ്ഞ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് പോയി കണ്ടാലോ, എല്ലാവരും കാണുകയും ചെയ്യാം. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അപ്പുസാറും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ ശ്രീലങ്ക ട്രിപ്പ് വന്നത്. അപ്പൊ എന്തായാലും ഇവരുടെ വീട്ടിനകത്തോട്ട് കയറാം. അപ്പൊ ഇതാണ് ആൾക്കാർ. ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ടുള്ളതാണ്, മാത്രമല്ല തമിഴ്നാട്ടിലും കണ്ടിട്ടുള്ളതാണ്. മലയാളത്തിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ശ്രീലങ്കക്കാരിയാണ്. നമ്മുടെ ചാനലിന്റെ പേരെന്തുവാ? അവിഷ്ക. ഇതാരാണ്? ഹസ്ബൻഡാണ്. ഇത് ഹസ്ബൻഡ് ബ്രദറാണ്. അപ്പൊ ഇവരുടെ വീടിന്റെ ഉള്ളിലെ കാഴ്ചകളും ഭക്ഷണവും വെറൈറ്റി ഭക്ഷണമാണ്. അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ പേര് പോലും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതെല്ലാം നമുക്ക് കാണാം. കുറെ കാര്യങ്ങൾ ഇവർക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ വാ സന്ദർട്ടോ. ഇതാണ് ഇവരുടെ വീടിന്റെ ഉൾഭാഗം അല്ലേ? നല്ല വൃത്തിയാട്ടോ, വെളിവശമൊക്കെ നോക്കണം, അടിപൊളിയാണ്. ഇതിപ്പോ എന്താ കുടിക്കാൻ തന്നത്? ഇത് നമ്മുടെ നാട്ടില് നമുക്കുള്ള കമ്പിളിനാരങ്ങ എന്ന് പറയും. അതും അതിലൂടെ വാട്ടർമെലനും കൂടെ ചേർത്ത് തണ്ണിമത്തനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സാധനം കേട്ടോ, അടിപൊളി. നല്ല ടേസ്റ്റ്. ഇത് മണ്ണിന്റെ ഗ്ലാസ്സാ. സാർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ ഇവരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലേ, കല്യാണ ഫോട്ടോയും പഴയ ഫോട്ടോയും എല്ലാം, കുടുംബക്കാരുടെ ഫോട്ടോ എല്ലാം, അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഇത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ? വീടൊക്കെ കാണാൻ. ഇവിടെയുള്ള വീടിന്റെ ഒക്കെ വെളിവശം കണ്ടു കഴിഞ്ഞാൽ ഷീറ്റ്, നമ്മുടെ ആസ്പെറ്റാസിന്റെ ഷീറ്റ് ഇല്ലയോ, ആ ടൈപ്പ് ഷീറ്റ്. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരിക്കലും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, ചൂടൊന്നും കാണില്ല. നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ തകർപ്പം മഴയാ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോകും, വെറൈറ്റി ഫുഡ്. അതേട്ടോ, ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഇതാണ്. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാല് ശരിക്കും റൂമുണ്ട്, അവിടെ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. 2 ബെഡ്റൂം ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ തകർപ്പം പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെയാണ് പാചകം ചെയ്യുന്നല്ലേ. വെറൈറ്റി കുറെ സാധനങ്ങൾ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. രണ്ടാളും കൂടി ചേർന്നാ ചെയ്യുന്നത്. അത് ഇതൊക്കെ മണ്ണിന്റെ ചട്ടിയൊക്കെ കേട്ടോ, കൊഞ്ചിന്റെ കറി. ഓ അടിപൊളി. പിന്നെ അടുത്ത ഐറ്റം എന്തൊക്കെയാന്ന് അവരോട് ചോദിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇരിപ്പുണ്ടല്ലേ, നമ്മുടെ നാട്ടിലെ. മുരിങ്ങല പ്രോൺസ് കറി. இது மொரிங்கா லீவ்ஸ் நம்ம இது ப்ரான்ஸ் கறிக்கு போடுறோம். அதில் ஹீட் கூடனால இது போட்டால் நல்லா இருக்கும், உடம்பு கூல் ஆகுது. ചെമ്മിന്റെ കറിയിൽ മുരിങ്ങയില ഇടും. ഓക്കെ. എല്ലാം ക്ലേ. ഇത് ശ്രീലങ്കൻ ദാൽ കറി, ഇത് ശ്രീലങ്കൻ പ്രോൺ കറി, ഇത് പോൾ സംബോള്, ആൻഡ് ഇത് ഒരു വെജിറ്റബിൾ റൈസ്, മിക്സ്ഡ് റൈസ്. ആൻഡ് ഇത് ബദും, നമ്മൾ ബദുംന്ന് சொல்லுவோம் நாங்கள், மிக்சர் மாதிரி. மிக்சர் போலொரு சம்பவம். ഇതിനകത്ത് കുറേ ഐറ്റം ചേർത്തിട്ടുണ്ട്. இதில் நம்ம சிக்னிஃபிகண்ட் ஐட்டம்ஸ் எல்லாம் வச்சுருக்கோம். ஏன்னா இதில் நம்ம சினமன் போட்டிருக்கோம். நம்ம எப்பயும் சமைக்கக்குள்ள சினமன் ஆட் பண்ணிட்டு தான் ரைஸ் குக் பண்ணுவோம். அதில் வாசனம் அண்ட் அந்த ருசி சேர்ந்து வரும். அது നല്ല രുചിയായിട്ട് വരും. ഇതോടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല രുചിയായിട്ട് വരും. ആദ്യമായിട്ട് നമ്മള് ശ്രീലങ്ക വന്നിട്ട് കഴിക്കുക. നല്ല അടിപൊളി ഫുഡ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ കൊഞ്ചാണെങ്കിൽ അത് ഈ മിക്സർ അടിപൊളിയാട്ടോ. ഇവര് പെട്ടെന്ന് ഉണ്ടാക്കിയാണ്, നമ്മൾ ഓർത്തത് അല്ലേ ഇത്ര ഐറ്റങ്ങളാ. ഗംഭീരം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാ. സൂപ്പർ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും വിചാരിച്ചില്ല. നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ ഒരു സ്റ്റൈലാണെന്ന് ഓർക്കുന്നത്. ഇത് ഏകദേശം നമ്മുടെ ഒരു രീതി തന്നെ. പക്ഷേ മസാലയ്ക്ക് അതും നമുക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന്. നമ്മൾ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഇത്രയും നല്ലതായിരിക്കും എന്ന് നമ്മൾ ഓർത്തില്ല അല്ലേ? പ്രജിനെ ഫുഡ് കഴിഞ്ഞില്ല, അടുത്ത വെറൈറ്റി സാധനം വരുവാ. എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ എത്ര വെറൈറ്റി ഇപ്പൊ കഴിച്ചെന്നറിയോ? ഇതെന്താന്ന് പറയാല്ലേ? ഇതെന്ത് സാധനം? ശ്രീലങ്കൻ കേർഡ് വിത്ത് ഹണി. കിത്തൂൾ പനീൻ നമ്മൾ சொல்லுவோம் இதுக்கு. ഇത് കേർഡ്. അപ്പോൾ എന്തോ ഇതൊന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കഴിച്ചു നോക്കാം. ഇത് സാറും കഴിക്കുന്നുണ്ട്. ഇത് അടിപൊളിയാട്ടോ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ആണല്ലേ? അടിപൊളിയല്ലേ? അടിപൊളി. സൂപ്പർ.